അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബു താരീഖാണ്. കിതാബു താരീഖിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ 4 പാഠങ്ങളാണ്. സൽ സരണി, അൽ ഇമാമു അബു ഹനീഫത്ത റഹിമഹുല്ലാ, അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അൽ ഇമാമു ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ പാഠങ്ങളും വളരെ ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കണം. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം സൽ സരണി. സൽ സരണി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വഴി, സന്മാർഗത്തിന്റെ വഴി. അതാണ് സൽ സരണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആരാണ് മുബ്തദിഉകൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 4 ഖലീഫന്മാരുടെ ഭരണകാലത്ത് തന്നെ ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. 4 ഖലീഫന്മാർ ആരൊക്കെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയുമല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതാണ് 4 ഖലീഫന്മാർ. അവരുടെ ഭരണകാലത്ത് തന്നെ ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അതിനാൽ അനേകം പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുകയും അതിലെ ഇസ്ലാമിക വിധി കണ്ടെത്തൽ അനിവാര്യമാവുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഇജ്തിഹാദ് ചെയ്യാൻ, ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്താൻ, ഇജ്തിഹാദ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സഹാബത്തിന് അനുവാദം നൽകിയിരുന്നു. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം താബിഉകൾ ഓരോ രാജ്യത്തുമുള്ള പ്രധാന സഹാബികളെ ആയിരുന്നു ദീനി നിയമങ്ങൾക്ക് സമീപിച്ചിരുന്നത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നറിയാൻ താബിഉകളായ ആളുകൾ ആരെയായിരുന്നു സമീപിച്ചിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനെയായിരുന്നു. മദീനയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മക്കയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മിസ്റിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഷാമിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു. കൂഫയിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ രാജ്യത്തുമുള്ള സ്വഹാബികളുടെ പേരുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിക്കണം. ആ കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഖവാരിജുകളെ പോലെയുള്ള പുത്തനാശയക്കാരെ പ്രതിരോധിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖ സ്വഹാബികളായിരുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ബിദ്അഈ ആശയക്കാർ, പുത്തനാശയക്കാരെ പോലെ അന്നും ഇതുപോലെയുള്ള പുത്തനാശയക്കാർ ഉണ്ടായിരുന്നു. അവരെ പ്രതിരോധിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖ സ്വഹാബികളായിരുന്നു. അവരുടെ കാലശേഷം അവരിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച താബിഉകളായിരുന്നു ആ ദൗത്യം നിർവഹിച്ചിരുന്നത്. സഹാബത്തിന് ശേഷം ആ ദൗത്യം നിർവഹിച്ചിരുന്നത് ആരാണ്? താബിഉകളാണ്. താബിഉകൾക്ക് ശേഷം അവരിൽ നിന്നും ദീൻ കേട്ട് പഠിച്ച തബഉ താബിഉകൾ. അപ്പൊ ദീനിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബികൾ കേട്ട് പഠിച്ചു, സഹാബികളിൽ നിന്ന് താബിഉകൾ പഠിച്ചു, താബിഉകളിൽ നിന്ന് താബിഉ താബിഉകൾ. അങ്ങനെ ഒരു കണ്ണിയായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം. ഇങ്ങനെ യോഗ്യരായ ഇമാമുമാരുടെ പരമ്പരയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ശരിയായ ദീനുൽ ഇസ്ലാം. ഈ മാർഗം പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ട പ്രാമാണികമായ 4 മദ്ഹബുകളിലൂടെയാണ് ഈ പരമ്പര ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മദ്ഹബുകളെ നിരാകരിക്കുന്നവർ മുബ്തദിഉകളാണെന്ന് ഇമാമുമാർ പരിചയപ്പെടുത്തിയത്. ഈ 4-ൽ ഏതെങ്കിലും ഒരു മദ്ഹബ് നമ്മൾ സ്വീകരിക്കണം. ഈ 4 മദ്ഹബിനെയും തള്ളിപ്പറയുന്നവർ, അവരെ കുറിച്ചാണ് ഇമാമുമാർ മുബ്തദിഉകൾ, പുത്തനാശയക്കാർ എന്ന് പരിചയപ്പെടുത്തിയത്. ശരിയായ ദീൻ പിന്തുടരാനും
ഇസ്ലാമിക നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പുത്തനാശയക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ പാരമ്പര്യ മാർഗം പിന്തുടരൽ അനിവാര്യമാണ്. ഏത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള പാരമ്പര്യമായിട്ടുള്ള ആ ഒരു മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ആ വഴിയിലാണ്. ആ വഴിയിൽ തന്നെ മരണം വരെ നമുക്ക് പിന്തുടരാൻ സാധിക്കണം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. പരമ്പര ദീനിൽപ്പെട്ടതാണ്, അതില്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പറയും എന്ന് ബിദഈകളുടെ ഇടയിൽ, പുത്തനാശയക്കാരുടെ ഇടയിൽ നടക്കുന്നതും അത് തന്നെയാണ്. ഓരോരുത്തരുടെയും ബുദ്ധി ഉപയോഗിച്ച്, ഓരോരുത്തരുടെയും ചിന്തക്ക് അനുയോജ്യമായ രൂപത്തിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ നിയമങ്ങളെ അവരിങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പൂർവികരായ ഇമാമുമാർ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ പിന്തുടർന്ന് അതനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. സനദ്, ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമ കൈമാറ്റം ചെയ്യുന്ന പണ്ഡിത ശൃംഖല, അതിനാണ് സനദ് എന്ന് പറയുക, ആ ഒരു പരമ്പര. മുബ്തദി എന്ന് പറഞ്ഞാൽ ആരാണ്? ദീനിൽ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടുന്നവർ. ഇനി ഇവിടെ പ്രത്യേകമായി പഠിക്കാനുള്ളത് 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ പേരുകളും അവരുടെ ജനന മരണ വർഷങ്ങളുമാണ്, അവരുടെ ആ ഒരു കാലാവധി. ഇത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ? ഒന്ന് ഹനഫി മദ്ഹബ്. 4 മദ്ഹബുകളും അവരുടെ ആ മദ്ഹബിന്റെ ഇമാമിങ്ങളെയുമാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിന്റെ ഇമാമാരാണ്? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. ആ ഇമാമിങ്ങളിലേക്ക് ചേർത്തിയിട്ടാണ് ആ മദ്ഹബിന്റെ പേരും പറയപ്പെടുന്നത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഹിജ്റ 80 ജനിച്ചു, ഹിജ്റ 150 വഫാത്തായി. അടുത്തത് മാലിക്കി മദ്ഹബ്. മാലിക്കി മദ്ഹബിന്റെ ഇമാമാരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എപ്പോഴാണ് ജനിച്ചത്? ഹിജ്റ 95 ജനിച്ചു, ഹിജ്റ 179 വഫാത്തായി. അടുത്തത് ഷാഫിഈ മദ്ഹബ്. ഷാഫിഈ മദ്ഹബാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന മദ്ഹബ്. അതിന്റെ ഇമാമാരാണ്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. ഹിജ്റ 150 ജനിച്ചു, ഹിജ്റ 204 വഫാത്തായി. കണ്ടോ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ വഫാത്താകുന്ന വർഷമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇനി അടുത്തത് ഹംബലി മദ്ഹബ്. അതിന്റെ ഇമാമാരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ഹിജ്റ 80 ജനിച്ചു, ഹിജ്റ 180 വഫാത്തായി. ഈ 4 മദ്ഹബുകളും മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പേരും അവരുടെ ജനന മരണ വർഷങ്ങളൊക്കെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ അംഗീകരിക്കപ്പെട്ട 4 മദ്ഹബുകൾ ഇതാണ്. ഈ 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കൽ അനിവാര്യമാണ്, നിർബന്ധമാണ്. അങ്ങനെ ഈ 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബുകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ്, അതിനെ പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന മുബ്തദിഉകൾ, ആ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇനി അത്തദ്രീബാത്ത്, ഉത്തരം പറയുക. പുതിയ വിഷയങ്ങൾ ഉത്ഭവിക്കുമ്പോൾ സഹാബികൾ എങ്ങനെയാണ് ഇസ്ലാമിക വിധികൾ കണ്ടെത്തിയിരുന്നത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നൽകിയ അനുവാദമനുസരിച്ച് ഇജ്തിഹാദിലൂടെയായിരുന്നു അവര് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നത്. ഇനി രണ്ടാമത്തത്, സഹാബികളുടെ കാലശേഷം ദീനീ നിയമങ്ങൾക്ക് ആരെയായിരുന്നു ആശ്രയിച്ചിരുന്നത്? സഹാബികളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച താബിഉകളെയായിരുന്നു ഈ നിയമങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത്. മൂന്നാമത്തത്, മദ്ഹബിനെ നിരാകരിക്കുന്നവർ ആരാണെന്നാണ് ഇമാമുകൾ പഠിപ്പിച്ചത്? മുബ്തദിഉകൾ, പുത്തനാശയക്കാർ എന്നാണ് പഠിപ്പിച്ചത്. ഇനി പൂരിപ്പിക്കുക. ഇന്നൽ ഇസ്നാദ ഡാഷ് വലൗലൽ ഇസ്നാദു ലഖാല ഡാഷ് മാ ശാഅ. ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ഈ രൂപത്തിൽ അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി യോജിച്ചത് ചേർക്കുക. മക്ക, മദീന, കൂഫ, ഈ ഓരോ സ്ഥലങ്ങളിലുമുള്ള സഹാബികളുടെ പേര് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ യോജിപ്പിക്കുകയാണ് വേണ്ടത്. മക്കയിൽ ആരായിരുന്നു? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മദീനയിൽ ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കൂഫയിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇത്രയും കാര്യങ്ങളാണ്
ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള 2, 3, 4 പാഠങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ചാണ്. ഒന്നാമതായി അൽ ഇമാം അബൂ ഹനീഫത്ത് റഹിമഹുല്ലാഹ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളിൽ നിന്ന് അറിവ് നേടിയ താബിഉകളിൽ പ്രമുഖനായ പണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. നുഅ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നുഅ്മാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, യഥാർത്ഥ പേര്. പിതാവിന്റെ പേര് സാബിത്ത് എന്നാകുന്നു. ഹിജ്റ 80-ാം വർഷം കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇമാമുൽ അഅ്ളം എന്ന പേരിൽ മഹാനവർകൾ അറിയപ്പെട്ടു. സഹാബത്തിന്റെ കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ആ കാലത്ത് കൂഫയിൽ അബ്ദുല്ലാഹിബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബസറയിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മദീനയിൽ സഅദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു എന്നീ സഹാബികൾ ജീവിച്ചിരുന്നു. അവരിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് നേരിൽ കണ്ടിട്ടുമുണ്ട്. താബിഈ ഉലമാക്കളിൽ പ്രധാനികളായ ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ, നാഫി റളിയല്ലാഹു അൻഹു, അതാ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്ന് ഹദീസ് പഠിച്ചു. അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, വഖീ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിന്റെ അരികിലാണെങ്കിലും പേർഷ്യക്കാരിൽ ചിലർ അത് നേടിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മദ്ഹബുകളിൽ ഒന്നാണ് ഹനഫി മദ്ഹബ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മദ്ഹബാണേത്? ഹനഫി മദ്ഹബ്. അപാര ബുദ്ധിശക്തിയും ഓർമ്മയും ഉണ്ടായിരുന്ന മഹാൻ ചെറുപ്പത്തിൽ തന്നെ കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. അവയെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതാണ് ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനം. വലിയ പ്രഭാഷകനായിരുന്ന അദ്ദേഹം എതിരാളികളെ തന്റെ വാക്കിലൂടെ പരാജയപ്പെടുത്തിയിരുന്നു. കർമ്മശാസ്ത്ര വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാവരും അബൂ ഹനീഫ റഹിമഹുല്ലയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല ഒരിക്കൽ പറയുകയുണ്ടായി. വലിയ ധർമ്മിഷ്ഠനും പരോപകാരിയുമായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ല. ഒരു വസ്ത്രക്കച്ചവടക്കാരനായിരുന്ന അദ്ദേഹം കച്ചവട ലാഭത്തിന്റെ സിംഹഭാഗവും ദാനം ചെയ്യലായിരുന്നു പതിവ്. തന്റെ മകൻ ഹമ്മാദിന് ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ച ഉസ്താദിന് 1000 ദിർഹം അദ്ദേഹം സമ്മാനമായി നൽകി. പലതവണ അദ്ദേഹത്തോട് ഖാദി സ്ഥാനം ഏറ്റെടുക്കാൻ ഖലീഫ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു. തന്റെ കൽപ്പന തള്ളിക്കളഞ്ഞ ഇമാമിനോട് ക്ഷുഭിതനായ ഖലീഫ മഹാനവറുകളെ ജയിലിലടച്ചു. ഹിജ്റ 150-ൽ 70-ാമത്തെ വയസ്സിൽ ജയിലിൽ വെച്ചായിരുന്നു മഹാനവറുകൾ വഫാത്തായത്. ബഗ്ദാദിലെ ഖൈസറാന മഖ്ബറയിലാണ് ഖബർ റഹിമഹുല്ലാഹു റഹ്മതൻ വാസിഅ. ഇതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാഠം. ഇതിൽ മഹാനവറുകളുടെ ജനന തീയതിയും യഥാർത്ഥ പേരും അതുപോലെ വഫാത്തിന്റെ വർഷവും അവിടുത്തെ വിശേഷണങ്ങളും എല്ലാം വിദ്യാർത്ഥികൾ പ്രത്യേകമായി പഠിച്ചു വെക്കണം. ഇനി അത്തദ്രീബാത്ത്, ഉത്തരം പറയുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേരെന്താണ്? നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു നുഅ്മാൻ. നുഅ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. രണ്ടാമത്തത്, എവിടെയാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഹിജ്റ 80-ാം വർഷം കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത്. കൂഫയിലാണ് മഹാനവറുകൾ ജനിച്ചത്. മൂന്നാമത്തത്, അബൂ ഹനീഫ റഹിമഹുല്ല നേരിൽ കണ്ടിട്ടുള്ള സഹാബി ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞു ആ കാലത്ത് കൂഫയിൽ അബ്ദുല്ലാഹി ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ബസറയിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മദീനയിൽ സഅദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു എന്നീ സഹാബികൾ ജീവിച്ചിരുന്നു. അവരിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ റഹിമഹുല്ല നേരിൽ കണ്ടിട്ടുണ്ട്. ആരെയാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹനഫി ഇമാം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നാലാമത്തത്, അബൂ ഹനീഫ റഹിമഹുല്ലയുടെ മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് നൽകിയ സമ്മാനം എന്തായിരുന്നു? 1000 ദിർഹം. 1000 ദിർഹമാണ് മകന്റെ ഉസ്താദിനിക്ക് സമ്മാനമായിട്ട് ഇമാം അവർകൾ നൽകിയത്. ഇനി പൂരിപ്പിക്കുക. അബൂ ഹനീഫ റഹിമഹുല്ല ഡാഷ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഇമാമുൽ അഅ്ളം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ബഗ്ദാദിലെ ഡാഷ് ഖബർ. എവിടെയാണ് ഖബർ? ബഗ്ദാദിലെ ഖൈസറാന മഖ്ബറയിലാണ് മഹാനവറുകളുടെ ഖബർ.
ഹിജറ ഡാഷിൽ വഫാത്തായി. ഹിജറ 150 മഹാനവറുകൾ വഫാത്താവുന്നത്. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. അബൂ ഹനീഫ റഹിമഹുല്ല വ്യാപാരം ഇഷ്ടപ്പെടുന്നയാളായിരുന്നു. ശരി. രണ്ടാമത്തത്, അബൂ ഹനീഫ റഹിമഹുല്ല ഹദീസ് അഭ്യസിച്ചില്ല. തെറ്റാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹദീസിൽ അഗാധമായ പാണ്ഡിത്യം സിദ്ധിച്ചയാളായിരുന്നു. മൂന്നാമത്തത്, അബൂ ഹനീഫ റഹിമഹുല്ല ഖാദി സ്ഥാനം ഇഷ്ടപ്പെട്ടിരുന്നു. തെറ്റ്. ഇഷ്ടപ്പെട്ടിട്ടില്ല. അന്നത്തെ ഖലീഫ ഖാദി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പല തവണ പറഞ്ഞെങ്കിലും മഹാനവറുകൾ അത് നിരസിക്കുകയായിരുന്നു. അതിന്റെ പേരിലാണ് അന്നത്തെ ഖലീഫ മഹാനവറുകളെ ജയിലിലടച്ചത്. കണ്ടെത്തുക. പാഠത്തിൽ നിന്നും അറിവ്, നീതി, ധർമ്മം എന്നിവയിലുള്ള മാതൃകകൾ കണ്ടെത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഇനി അടുത്തത് അദ്ദർസു സാലിസ് അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ 4 പാഠങ്ങളും കൃത്യമായി ആവർത്തിച്ച് വായിക്കണമെന്ന് സാന്ദർഭികമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഉസ്താദും പ്രഗത്ഭനായ പണ്ഡിതനുമായിരുന്നു ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര സരണിയാണ് മാലിക്കി മദ്ഹബ് എന്നറിയപ്പെടുന്നത്. തബഉ താബിഉകളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. ഹിജ്റ 95 വർഷം മദീനയിൽ ജനിച്ച ഇമാം മാലിക് റഹിമഹുല്ല ഹിജ്റ 179 വർഷം മദീനയിൽ തന്നെയാണ് വഫാത്തായത്. അപ്പോൾ ഹിജ്റ 95 ജനനം, ഹിജ്റ 179 വഫാത്ത്. മദീനയിൽ വെച്ചാണ് ജനനവും മരണവും. അസ്ബഹി കുടുംബത്തിലെ അനസ് എന്നവരായിരുന്നു പിതാവ്. മാതാവ് അസദ് ഗോത്രത്തിലെ ആലിയ. ചെറുപ്പകാലം മുതൽ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല ഹദീസ് പഠനത്തിൽ ആകൃഷ്ടനായിരുന്നു. ഹദീസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇന്നഹു ഹദീസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. അതിനോടുള്ള ബഹുമാനമായിരുന്നു മഹാനവറുകൾ കാണിച്ചിരുന്നത്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ആശ്രയിക്കാതെ ഹദീസ് പഠനം സാധ്യമാവുകയില്ലെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. ദാറുൽ ഹിജ്റയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. ഉസ്താദുൽ അഇമ്മ, ഷെയ്ഖുൽ ഉലമ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. ഈ പേരുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. നീണ്ട 60 വർഷക്കാലം മദീനയിലെ മസ്ജിദ് നബവിയിൽ മുദർരിസും മുഫ്തിയുമായിരുന്നു. ഒരിക്കൽ മുദരിസ് എന്ന് പറഞ്ഞാൽ ദർസ് നടത്തുന്ന ആളായിരുന്നു. മുഫ്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഫത്വകൾ കൊടുക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ എത്തിക്കില്ല. ഈ ഹദീസിൽ പറയപ്പെട്ട മദീനയിലെ പണ്ഡിതൻ ഇമാം മാലിക് അല്ലാതെ മറ്റാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലക്ഷക്കണക്കിന് ഹദീസ് അറിയാവുന്ന അദ്ദേഹം 1,00,000 ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. തന്റെ ഗുരുനാഥന്മാരായ ഇമാം സുഹരി റഹിമഹുല്ല, യഹ്യ ഇബ്നു സഈദ് അൽ അൻസാരി റഹിമഹുല്ല തുടങ്ങിയ അന്നത്തെ പണ്ഡിതരിൽ നിന്നും മറ്റുമായി അദ്ദേഹം സമാഹരിച്ചതായിരുന്നു ഈ ഹദീസുകൾ. 1,00,000 ഹദീസുകൾ. അവരുടെ മുവത്തയാണ് ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം. ആരുടെ? മാലിക് ഇമാമിന്റെ. വിജ്ഞാനത്തിന്റെ അമൂല്യനിധിയായി ലോകം ഈ ഗ്രന്ഥത്തെ കണക്കാക്കുന്നു. ഒരിക്കൽ ഖലീഫ അബൂ ജഅഫർ മസ്ജിദ് നബവിയിൽ വെച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവുമായി സംസാരിക്കുകയായിരുന്നു. ആദ്യത്തിൽ പതുക്കെയായിരുന്നു സംസാരം, പിന്നീട് ശബ്ദമുയർന്നു. അപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഒരു കാര്യം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്. ജീവിതകാലത്ത് എന്ന പോലെ വഫാത്തിന് ശേഷവും അവിടുത്തെ ആദരിക്കണം. ഇവിടെ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അതാണ് അള്ളാഹു പഠിപ്പിച്ച മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട്. ഇമാം അവറുകളുടെ ഈ ഉപദേശം ഖലീഫ കൃത്യമായി പാലിച്ചു. മാലിക് റഹിമഹുല്ലയോട് ഖലീഫ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുമ്പോൾ നബി തങ്ങളുടെ നേരെയാണോ അതോ ഖിബലയുടെ ഭാഗത്തേക്കാണോ മുഖം തിരിക്കേണ്ടത്? മാലിക് റഹിമഹുല്ല ഇപ്രകാരം തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസീലയായിരിക്കെ, എന്ന് വെച്ചാൽ ഇടയാളനായിരിക്കെ, നിങ്ങൾ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഖം തിരിക്കണമെന്ന് മാലിക് ഇമാം ഖലീഫയോട് തിരിച്ചു പറയണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് വലിയ ആദരവും ഇഷ്ടവും ഉണ്ടായിരുന്നു. അത് കാരണം മദീനയിൽ അദ്ദേഹം വാഹനത്തിൽ കയറുമായിരുന്നില്ല, ബഹുമാനം കൊണ്ട്. മാലിക്കി മദ്ഹബ് ഇന്ന് ആഫ്രിക്ക, മധ്യപൂർവ്വ ദേശങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ വ്യാപകമായി പിന്തുടരപ്പെടുന്നു. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ജീവിതം ഹദീസിനോടും അറിവിനോടുമുള്ള ആദരവും ബഹുമാനവും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ വിദ്യാർത്ഥിക്കും പണ്ഡിതനും മാതൃകയാണ്. ഇതാണ് മൂന്നാമത്തെ പാഠം. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആവർത്തിച്ചു വായിച്ചിരിക്കണം. ഉത്തരം എഴുതാം. ഇമാം മാലിക് റഹിമഹുല്ലയുടെ കർമ്മശാസ്ത്ര സരണി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാലിക്കി മദ്ഹബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാലിക്കി മദ്ഹബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത്, ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റഹിമഹുല്ല പ്രത്യേകമായി ഒരുങ്ങിയിരുന്നത് എങ്ങനെയായിരുന്നു? ഹദീസ് പറയുന്നതിന് മുമ്പ് അദ്ദേഹം കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്തിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേരെന്താണ്? ആലിയ എന്നാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം ഏതാണ്? മുവത്ത. ഷെയ്ഖുൽ ഉലമാ എന്നറിയപ്പെട്ടു ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഷെയ്ഖുൽ ഉലമാ വേറെയും പല പേരുകളിലും അറിയപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഉലമാ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് പൂരിപ്പിക്കുക. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഉസ്താദായിരുന്നു ആര്? ഷാഫി ഇമാമിന്റെ ഉസ്താദായിരുന്നു ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഡാഷ് ജനിക്കുകയും അവിടെ തന്നെ വഫാത്താവുകയും ചെയ്ത ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എവിടെയാണ്? മദീനയിൽ ജനിക്കുകയും അവിടെ തന്നെ വഫാത്താവുകയും ചെയ്തു. മൂന്നാമത്തത്, ഇമാം മാലിക് റഹിമഹുല്ല ഡാഷിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. ദാറുൽ ഹിജ്റ എന്ന് വെച്ചാൽ മദീന, ദാറുൽ ഹിജ്റയിലെ ഇമാം എന്ന പേരിൽ അറിയപ്പെട്ടു, പ്രസിദ്ധനായി. മൂന്നാമത്തത്, ഇമാം മാലിക് റഹിമഹുല്ല ദാറുൽ ഹിജ്റയിലെ മദീനയിലെ ഇമാം എന്ന പേരിൽ പ്രസിദ്ധനായിരുന്നു. നാലാമത്തത്, ഇമാം മാലിക് റഹിമഹുല്ല 1,00,000 ഹദീസുകൾ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇനി തുടർ പ്രവർത്തനം. ശബ്ദമുയർത്തി മസ്ജിദ് നബവിയിൽ നിന്ന് സംസാരിച്ച ഖലീഫ അബൂ ജഅഫറിന് ഇമാം മാലിക് റഹിമഹുല്ല നൽകിയ ഉപദേശം ക്ലാസ്സിൽ വിശദീകരിക്കുക. നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? അമീറുൽ മുഅ്മിനീൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്. ജീവിതകാലത്ത് എന്ന പോലെ വഫാത്തിന് ശേഷവും അവിടുത്തെ ആദരിക്കണം. എവിടെ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത്. അതാണ് അള്ളാഹു പഠിപ്പിച്ച മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട് എന്ന് ഇമാം മാലിക് റഹിമഹുല്ല ഖലീഫയെ ഉപദേശിച്ചു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ പാഠം, അൽ ഇമാമു ഷാഫിഈ റഹിമഹുല്ല. നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമു കൂടെയാണ് മഹാനായ ഷാഫിഈ ഇമാം. അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ല. മുഹമ്മദ് എന്നാണ് അവരുടെ നാമം. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. മുഹമ്മദ് എന്നാണ് അവരുടെ നാമം. ഓമന പേര് അബു അബ്ദില്ല, ഗോത്രം ഖുറൈഷ്, പിതാവ് ഇദ്രീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നവരുടെ സന്താന പരമ്പരയിൽ പിറന്ന ഫാത്തിമ എന്നവരായിരുന്നു മാതാവ്. ഹിജ്റ 180 വർഷം ഫലസ്തീനിലെ ഗസയിൽ അദ്ദേഹം ജനിച്ചു. ബഗ്ദാദിൽ വെച്ച് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വഫാത്തായ ദിവസമായിരുന്നു ഷാഫിഈ ഇമാമിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടതുകൊണ്ട് ഉമ്മയുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. കഷ്ടപ്പാട് നിറഞ്ഞ കുടുംബ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അറിവ് പഠിക്കാൻ ഇമാം ഷാഫിഈ റഹിമഹുല്ല മിടുക്കനും ബുദ്ധിമാനുമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരിൽ നിന്നും അറിവ് നുകരാൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. മക്ക, മദീന അതിൽ പ്രധാനപ്പെട്ടവയാണ്. 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം അറിവ് പഠിച്ചു. മദീനയിലെ മഹാപണ്ഡിതനായിരുന്ന ഇമാം മാലിക് റഹിമഹുല്ലാഹു അൻഹുവിന്റെ അൽ മുവത്ത, നേരത്തെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. മുവത്ത എന്നുള്ളത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥമാണ്. ആ അൽ മുവത്ത എന്നുള്ള ഗ്രന്ഥം, ഹദീസ് ഗ്രന്ഥം 10ാം വയസ്സിൽ മനഃപ്പാഠമാക്കി. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഉസ്താദ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായിരുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നിത്യവും മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ വന്ന് ദുആ ചെയ്യും. അത് കാരണം പെട്ടെന്ന് ആവശ്യം നിറവേറുമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഷാഫി ഇമാമിന്റെ ഗോത്രം ഖുറൈശാണ്. ആ ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഫി ഇമാമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പുലർന്നതായി ലോകം കണ്ടു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പടർന്ന് പന്തലിച്ചു. ഏറ്റവും നീതിയുക്തവും പ്രായോഗികവുമായ മദ്ഹബാണ് ഷാഫിഈ മദ്ഹബ്. അൽ ഉമ്മ്, അർ റിസാല എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഉസൂലുൽ ഫിഖ്ഹ് എന്ന വിജ്ഞാന ശാഖ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആവിഷ്കരിച്ചതാണ്. അൽ ഉമ്മ്, അർ റിസാല എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ഷാഫി ഇമാമിന്റെ. ഉസൂലുൽ ഫിഖ്ഹ് എന്ന വിജ്ഞാന ശാഖ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആവിഷ്കരിച്ചതാണ്, രൂപപ്പെടുത്തിയതാണ്. രാത്രിയുടെ 1/3 നിസ്കാരത്തിനും മറ്റൊന്ന് വിജ്ഞാനത്തിനും ബാക്കി ഉറക്കത്തിനുമായി അദ്ദേഹം ഭാഗിച്ചിരുന്നു. റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും 1 ഖത്മും റമദാനിലെ 2 ഖത്മും ഖുർആൻ ഓതിയിരുന്നു. സത്യം വെളിവാകണമെന്ന ഉദ്ദേശത്താൽ പലരുമായും വാദപ്രതിവാദത്തിൽ ഇമാം ഏർപ്പെട്ടിരുന്നു. വിജ്ഞാന സദസ്സുകളിൽ ആത്മസംസ്കരണത്തിനാണ് ഊന്നൽ നൽകിയിരുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മുസ്നി തുടങ്ങിയ ഒട്ടനവധി പണ്ഡിതന്മാർ ഷാഫിഈ ഇമാമിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കയിലെ മുഫ്തിയും തന്റെ ഗുരുനാഥനുമായ മുസ്ലിം ഇബ്നു ഖാലിദ് റഹിമഹുല്ല എന്നവർ 15-ാം വയസ്സിൽ ഫത്വ കൊടുക്കാൻ അനുമതി നൽകിയിരുന്നു. ഹിജ്റ 204-ാം വർഷം ഈജിപ്തിൽ വെച്ച് തന്റെ 54-ാം വയസ്സിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല വഫാത്തായി. മുഹമ്മദ്, അബുൽ ഹസൻ, ഫാത്തിമ, സൈനബ് എന്നീ 4 മക്കൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഈജിപ്തിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മുസ്ലിങ്ങൾ ഷാഫിഈ മദ്ഹബ് പിന്തുടരുന്നു. കേരളത്തിലും ഷാഫിഈ മദ്ഹബുകാരാണ് ഭൂരിഭാഗവും. ഇനി പാഠത്തിൽ വന്ന പ്രധാനപ്പെട്ട വാക്കുകൾ. ഫത്വ. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മശാസ്ത്ര വിധി. അതിനാണ് ഫത്വ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 15-ാം വയസ്സിൽ തന്നെ മുഫ്തിയായി നിയമിക്കപ്പെട്ടു ഷാഫി ഇമാം. കർമ്മശാസ്ത്ര വിധികൾ പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത. ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിദാന വിജ്ഞാന ശാഖ. ഖത്മ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതൽ. ഇനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഉത്തരം എഴുതുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ നാമം എന്താണ്? മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് പേര്. എത്രാം വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത്? 7-ാമത്തെ വയസ്സിൽ. 3-മത്തത്, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കും എന്ന് പ്രവചിച്ചതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 4, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഉസ്താദ് ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? അൽ ഉമ്മ്, അർ റിസാല. പാഠങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വായിക്കണം. ഇനി ശരി അടയാളപ്പെടുത്തുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. ശരിയാണോ? അല്ല. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് മഹാനവറുകൾ വളർന്നു വന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഈജിപ്തിലാണ്. ശരി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നീതിയുക്തവും പ്രായോഗികവുമാണ്. ശരി. കേരളത്തിൽ ഷാഫി മദ്ഹബുകാരാണ് കൂടുതൽ. ശരി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഈ 4 പാഠങ്ങളാണ് ഈ താരീഖിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കേണ്ടത്. ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.